നടത്താൻ പറ്റത്തില്ല. ഗിരീഷിനോട് പറ ഒരു ജോലിക്കാരനെ വെക്കാനെ. സൂര്യൻ ഉദിച്ച് ഉച്ചയിൽ എത്തുന്നവരെ കിടന്ന് ഉറങ്ങിക്കോളും. എന്തോ അമ്മ എങ്ങനെയൊക്കെ പറയുന്നത്? അടിവേറിന്റെ വേദന കാരണം രാത്രി ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ഓ, ഗർഭിണിയാണെന്നും പറഞ്ഞ് എന്ത് പറഞ്ഞാലും വയറിനെ കൂട്ടുപിടിക്കാലോ. അതങ്ങനെ അവൻ വാങ്ങിച്ചോണ്ട് വരുന്ന എല്ലാം വയറ് കുളച്ച് വാരി കയറ്റി എന്നിട്ട് പോത്ത് പോലെ കിടന്ന് ഉറങ്ങും. എന്ത് വർത്താനാണമ്മേ? രാത്രിയിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ റൂമിൽ നടക്കുമായിരുന്നു. സംശയം ഉണ്ടെങ്കിൽ ഗിരീഷനോട് ചോദിച്ചു നോക്ക്. ഓ, അവൻ നിനക്ക് സപ്പോർട്ടല്ലേ എന്ത് പറഞ്ഞാലും. നിന്റെ പവാട ചാടി കെട്ടിയിട്ടേക്കുമല്ലേ. എന്നും ഇവിടെ കാല് കുത്തിയോ ഒന്ന് മുടിഞ്ഞീട്. കിട്ടിയോ ഏട്ടാ? പിന്നെ കിട്ടാതെ. എന്തോന്നാടാ ഇത്? ഇത് കോഴിക്കോട് അലവയാ. ഇവക്ക് കറുത്ത അലവ എന്നോട് ഭയങ്കര ആഗ്രഹം. ഞാൻ പിന്നെ ആ പ്രദീപിനോട് പറഞ്ഞിരുന്നു. അവൻ ഇന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാ. ഓ, ഇതിനായിരുന്നു രാവിലെ വണ്ടി എടുത്തോണ്ട് പോയത്. നീ എന്റെ മുട്ടുവേനയുടെ മരുന്ന് വെച്ചോടാ. അതിന് മെഡിക്കൽ സ്റ്റോർ തുറക്കണ്ടേ? അത് തുറന്നിട്ട് വാങ്ങിച്ചോണ്ട് വന്നാ പോരായിരുന്നു. ഇത്ര ധൃതി എന്തുവായിരുന്നു? ദേ, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഗർഭിണിയാണ് കൊതിയാണോ പറഞ്ഞിട്ട് ഈ കറുത്ത അലുവയിലൂടെ കഴിച്ചേക്കല്ലേ. പിറക്കാൻ വന്ന കൊച്ചും കൂടെ കറുത്തു പോകും. തള്ളയുടെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അമ്മ, ഇങ്ങനെ ഓരോ കുത്തുവാക്ക് പറഞ്ഞ് എന്തിനാണ് അവളെ വിഷമിപ്പിക്കുന്നത്? ഞാൻ കുത്തുവാക്കൊന്നുമല്ല പറഞ്ഞത്, ഞാൻ ഉള്ള കാര്യമാണ് പറഞ്ഞത്. പിറക്കാൻ പോകുന്ന കൊച്ചെ കറുത്തു പോയാലേ ഞാൻ നാട്ടുകാരെ മൊത്തം എങ്ങനെ നോക്കും? എടോ, താനിങ്ങനെ അത് സീരിയസ് ആയിട്ട് എടുക്കാൻ പോണ്ട. അമ്മ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയണമെന്നേ ഉള്ളൂ. കറുത്ത അലുവ കഴിച്ച കുഞ്ഞ് കറുത്തു പോവെങ്കിൽ ഞാൻ അത് മൊത്തം കഴിക്കും ഏട്ടാ. എൻ്റെ കുഞ്ഞ് കറുത്തിരുന്നാൽ മതി. വന്നപ്പോ കുഞ്ഞുങ്ങളെ കൊണ്ടുവരാൻ നീ? അവര് ട്യൂഷന് പോയിരിക്കാം അമ്മേ. നീ പോകുന്ന വഴിക്കാണ് അവരെയും വിളിച്ചോണ്ട് പോവാൻ. അല്ല, അവനെവിടെ പോയി? ശബരിമല സീസൺ അല്ലേ, ഞായറാഴ്ചയായാലും കടയിൽ നല്ല തിരക്ക് കാണും പറഞ്ഞുകൊണ്ട് അവൻ കടയിൽ പോയതാ. ആ പിന്നെ എല്ലാത്തിനും പ്രിയയുടെ അച്ഛനുണ്ടല്ലോ. ആ ചേച്ചി എപ്പോ വന്നു? ഞാൻ വന്നിട്ട് കുറെ നേരമായി. പ്രിയ എന്ത് ഉറക്കമായിരുന്നു? അല്ലെ, ഈ ഗർഭകാലത്തിന് ഉച്ചക്കിടന്ന് ഉറങ്ങുന്ന അത്ര നല്ലതല്ല. കവിള് ചാടും. അങ്ങനെ പറഞ്ഞു കൊടുക്കും മോളെ. ഞാൻ എന്തെങ്കിലും പറയാൻ പറ്റൂ? ഭാര്യയ്ക്കും ഭർത്താവിനും പിടിക്കൂല. അതുപോലെ ഈ അലുവ തീറ്റയൊക്കെ ഒന്ന് നിർത്തണം കേട്ടോ, ഇല്ലെങ്കിൽ ഷുഗർ കൂടും. ഞാൻ ദേ കുറെ ഫ്രൂട്ട്സും കുങ്ങുമപ്പൂവും കൊണ്ടുവന്നിട്ടുണ്ട്. ചേട്ടൻ കൊടുത്ത് വിട്ടതാ. ഇത് പാലിൽ കലക്കി കുടിച്ചാൽ മതി. കുഞ്ഞ് നല്ല വെളുത്ത് തൊടുത്തിരിക്കും. എനിക്കിതൊന്നും വേണ്ട ചേച്ചി. ദൈവം എൻ്റെ കുഞ്ഞിന് എന്താ കൊടുക്കുന്നതെന്ന് വെച്ചാൽ അത് മതി. അത് നീ മാത്രം തീരുമാനിച്ചാൽ മതിയോ? ഞങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളെല്ലാമേ വെളുത്ത കുഞ്ഞുങ്ങളാ. ഇതും അങ്ങനെ തന്നെ മതി. അമ്മയ്ക്ക് കറുപ്പിനോട് ഇത്ര വെറുപ്പായിരുന്നെങ്കിൽ എന്തിനാ ഗിരീഷേട്ടനെ എന്നെ കെട്ടിച്ചത്? ഏതെങ്കിലും വെളുത്ത പെണ്ണിനെ കൊണ്ട് കെട്ടിച്ചാൽ പോരായിരുന്നോ? അവന് ചൊവ്വാദോഷമുള്ളതുകൊണ്ട് നാളെ ചെയ്യത്തില്ലായിരുന്നു. അതുകൊണ്ടാണല്ലോ നിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. അമ്മേ ഒന്ന് നിർത്ത്. പ്രിയക്ക് ഡേറ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത മാസം 11-ന്. അയ്യോ,
അന്ന് പൂയ നക്ഷത്രമല്ലേ? എന്റെ ദൈവമേ, അതൊന്ന് കഴിഞ്ഞു കിട്ടിയാ മതിയായിരുന്നു. ഇവിടെ സിറ്റി ഹോസ്പിറ്റലല്ലേ, ആ, അവിടെ നല്ല ചാർജ് അല്ലേ? എന്റെ കുഞ്ഞിന്റെ പണം എത്ര പോന്ന് ദൈവത്തിന് മാത്രം അറിയാം. അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട. എൻ്റെ അച്ഛൻ നോക്കാന്ന് പറഞ്ഞതല്ലേ എല്ലാം. ആ പ്രിയേ, ഞാനിപ്പോൾ തന്നെ അങ്ങ് പോവും കേട്ടോ. പോകുമ്പോൾ അതും കൂടെ കൊണ്ടുവയ്ക്കോ ചേച്ചി? എനിക്കൊന്നും വേണ്ട. ഒന്നാതെ ഗിരീഷിന്റെ പെണ്ണ് കറുത്തതാമഞ്ഞിട്ട് ബന്ധുക്കളുടെ ഇടയ്ക്ക് ഭയങ്കര സംസാരമാണ്. ഇനി ഈ കുഞ്ഞും കൂടെ കറുത്തു പോയുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അവിടെ ഏട്ടൻ്റെ പെങ്ങന്മാരെല്ലാം എപ്പോഴും പറയും ഗിരീഷ് ഇതിനേക്കാൾ നല്ല പെണ്ണിന് കിട്ടുമായിരുന്നല്ലോ. അതെങ്ങനാ? നിന്റെ അച്ഛൻ സ്ത്രീധനമെന്ന് കേട്ടപ്പോ എടുത്തു ചാടി നടത്തിയ ബന്ധമല്ലേ? എന്നിട്ട് അങ്ങനെ അങ്ങ് മേളിലോട്ട് പോയി നാണക്കേട് മൊത്തം നമുക്ക്. ആടോ, ഇന്നലെ ഭയങ്കര വേദനയായിരുന്നു. പിന്നെ ഗിരീഷ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. അല്ല, അപ്പോഴേക്കും ഞാനും ഇങ്ങ് എത്തി. ഇല്ലില്ല, അയാൾ കടയില. ഇപ്പോൾ വരും. എന്നിട്ട് വേണം എനിക്ക് അങ്ങോട്ട് പോകാൻ. ഓക്കെ. വിശേഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പം തന്നെ അറിയിച്ചേക്കാം. ശരി, ഓക്കെ. ആരാച്ചാ? രാജേന്ദ്രനാ മോളെ. പ്രസവിച്ചാൽ ഉടനെ വിളിച്ചു പറയണെന്ന്. നീ എന്താ വല്ലാതിരിക്കുന്നത്? വേദന കുറവില്ലേ? വേദന കുറവുണ്ട്, ഉറക്കം കിട്ടാത്തതിൻ്റെ ആയിരിക്കും. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടേ പറയണേ മോളെ. എനിക്ക് നീ മാത്രമേ ഉള്ളൂ, അറിയാലോ. മോൻ വന്നല്ലോ. പിന്നെ ഞാനെന്നാ കടയിലോട്ട് ചെല്ലട്ടെ. പിന്നെ യൂറിൻ ടെസ്റ്റ് ചെയ്തതിൻ്റെ പേപ്പറുണ്ട്, പൈസ ഒക്കെ അടച്ചത്, അത് വാങ്ങിച്ചോണ്ടേ. ശരി അച്ഛാ. ഞാൻ പോട്ടെ മോളെ. ശരി. നിനക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ഇന്നലത്തെ നിന്റെ വെപ്രാളം കണ്ടപ്പം ഞാൻ ആകെ പേടിച്ചു പോയി. ഡേറ്റ് വരെ ഒന്നും നീണ്ടുപോകത്തില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞ. നീ ഇനി എൻ്റെ വീട്ടിൽ വരുന്നില്ലെന്ന് തീരുമാനിച്ചത് അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഇല്ല, ഞാനങ്ങനെ പറഞ്ഞതിൽ ഗിരീഷേട്ടന് വിഷമമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് വെറുതെ പറഞ്ഞതല്ല. അങ്ങനെ പറയുന്നതിന് എനിക്കൊരു കാരണമുണ്ട്. എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി? എനിക്ക് വേദന സഹിക്കുന്നില്ല. എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. എന്താടാ, എന്തു പറ്റി? അമ്മ, അവക്ക് വേദന ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. അത് ഗർഭിണികളായ വയറുവേദനയും വയറിലൊക്കെ ഉണ്ടാവും. അത് കുറച്ചു നേരം കിടക്കുമ്പോൾ അതങ്ങ് മാറും. ഈശ്വരാ, നമുക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോവാം. അതിന് പ്രസവേദനയൊന്നും അല്ലല്ലോ ആശുപത്രി പോവാന്. അതൊക്കെ ഞാൻ കാറിന് ചാവി എടുത്തില്ലല്ല. നിന്നേ എടാ, ഞാൻ കീ എടുത്തിട്ട് ഇപ്പോൾ വരാം. നീ പോന്നതൊക്കെ കൊള്ളാം. കറുത്ത കുഞ്ഞിനെയാണ് പ്രസവിക്കുന്നെങ്കിൽ അതിനെയും കൊണ്ട് ഇങ്ങോട്ട് വരല്ലേ. നിന്റെ വീട്ടിൽ പോയിക്കോണം. നല്ല ശരിക്കും പേടിച്ചായിരുന്നല്ലേ? പിന്നെ പേടിക്കാതെ. നിനക്ക് മുന്നേ കയറിയ പെണ്ണ് പോലും പ്രസവിച്ചിട്ട് ഇറങ്ങിയായിരുന്നു. പിന്നെ നിന്നെ കാണാത്തോണ്ട് എനിക്ക് നല്ല ടെൻഷനായി. സുഖപ്രസവമായിരിക്കുമെന്ന് ഞാനും വിചാരിച്ചില്ല. വീട്ടിൽ വിളിച്ച് പറഞ്ഞോ? ഞാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മ ചോദിച്ചോ കുഞ്ഞ് കറുത്താണോ വെളുത്താണോ എന്നൊക്കെ? കറുപ്പാണെങ്കിലും വെളുപ്പാണെങ്കിലും നമ്മുടെ കുഞ്ഞല്ലേ.
ഒരു കുഞ്ഞിക്കാല് കാണാനായിട്ട് ആളുകൾ കാത്തിരിക്കുക, പിന്നെ കറുപ്പും വെളുപ്പും. എന്തായാലും അമ്മയുടെ പ്രാർത്ഥന പോലെ വെളുത്ത കുഞ്ഞിനെ തന്നെ കിട്ടിയല്ലോ. എത്ര മണിക്കായിരുന്നടാ? രാത്രി 1 മണിക്കായിരുന്നു. കുറച്ച് മുന്നേ ഇങ്ങോട്ട് മാറ്റിയത്. എന്റെ നാളാ എന്റെ മോക്ക്. എന്നാലും നീ ഒന്ന് വിളിച്ചു പറഞ്ഞില്ലല്ലോ. ഞാൻ എന്റെ മോളെ ഒന്ന് എടുക്കട്ടെ. എൻ്റെ കുഞ്ഞിനെ തൊട്ടു പോകരുത്. കുഞ്ഞ് വെളുത്താണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നിങ്ങളിപ്പോൾ കാണാൻ വന്നത്? കുഞ്ഞ് കറുത്തിട്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വരുമായിരുന്നു. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇപ്പൊ അവള് പറഞ്ഞതായ കുറ്റം. ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചല്ലോ ഇതുവരെ വിളിച്ചു പറയാത്ത എന്തെന്ന്. ഞാൻ ഇവളെയും കൊണ്ട് ഇവക്ക് വേദന പൊളഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് ഈ നേരം വരെ അമ്മ ഒരു വാക്ക് പോലും വിളിച്ചു ചോദിച്ചിട്ടില്ല. ഇപ്പൊ കണ്ടല്ലോ, ഇപ്പോഴും അമ്മയ്ക്ക് അറിയണ്ട അവക്ക് എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. ഇപ്പൊ കുഞ്ഞിനെ കാണാൻ വന്നതായിപ്പോ കുറ്റം. ഇനി ഞാനും എൻ്റെ കുഞ്ഞും ആ വീട്ടിലോട്ടില്ല. അത് നീ തീരുമാനിച്ചാ മതിയോ? എന്റെയും തീരുമാനം അത് തന്നെയാണ്. എന്താടാ ഇത്? അവളെ എടുത്തേട്ടന് നീ കൂട്ടി നിൽക്കുവാണോ? എടുത്തു ചാട്ടോ. വേദന എടുത്ത് പൊളഞ്ഞ് ഞാൻ ഈ ആശുപത്രിയിലോട്ട് വരാൻ നേരത്ത് നിങ്ങളുടെ ഈ അമ്മ പറഞ്ഞത് എന്താണെന്നറിയോ? പ്രസവിക്കുന്ന കുഞ്ഞ് കറുത്താണെങ്കിൽ തിരികെ അങ്ങോട്ട് ചെല്ലണ്ട. അമ്മയില്ലാതെ വളർന്ന എൻ്റെ കുഞ്ഞിന് ഒരു അമ്മയുടെ സ്നേഹവും വാത്സല്യവും കൊടുക്കുമെന്ന് കരുതി ഞാനൊരു വിഡ്ഢിയായി. സ്നേഹമൊന്നും വേണ്ടച്ചാ, ഒരു നല്ല വാക്കെങ്കിലും മതി. കെട്ടിക്കേറി അന്നും തൊട്ട് തുടങ്ങിയത് നിറത്തിന്റെ പേരിലുള്ള ഈ ഒരു ആക്ഷേപം. നാളെ ഒരു സമയത്ത് എൻ്റെ കുഞ്ഞിനും നിറത്തിന്റെ പേരിലുള്ള ഈ വിഷയം ഇവർ കുത്തിവെക്കും. എൻ്റെ കുഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്നാ മതി. ആരും കാണാനും തിരക്കാനും ഒന്നും വരണ്ട. ഞാനും ഇനി ആ വീട്ടിലോട്ടില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? അപ്പൊ അമ്മ ആര് നോക്കും? അമ്മ എന്റെ മാത്രമൊന്നും അല്ലല്ലോ, ചേച്ചിയുടെയും കൂടെ അല്ലേ. അത് ശരിയാവത്തില്ല. വെക്കേഷന് ഞാനും പിള്ളേരും എൻ്റെ ഏണ്ട അടുത്ത് പോകും. മാത്രമല്ല അമ്മയുടെ ചില പിടിവാശിയൊന്നും എനിക്ക് പറ്റത്തില്ല. സ്വന്തം മോള് പറഞ്ഞ കേട്ടല്ല, നാളെ അമ്മ നോക്കാനുള്ള ഈ മരുമകളെയാണ് അമ്മ നിറത്തിന്റെ പേരിൽ ഓരോന്നും പറഞ്ഞ് കുത്തി നോവിച്ചത്. എന്നിട്ട് അവൾ ഒരു വാക്ക് പോലും അമ്മയോട് തിരിച്ചു പറഞ്ഞു. വന്നു കയറിയ മരുമകളെ സ്വന്തം മകളായി കാണാൻ കഴിയണം. അപ്പൊ ഈ നിറവും കറുപ്പും വെളുപ്പും തോന്നത്തില്ല. എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം. അമ്മയുടെ അറിവില്ലായ്മ കൊണ്ട് ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. എന്റെ മോൾ എന്നോട് ക്ഷമിക്കണം. മോൾ അമ്മയെ പോലെ കരുതി. അമ്മ കുഞ്ഞിനെ എടുക്കും.